പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജം കരുണാസമുദ്രം രാസാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ചാനൽ വിജയപ്രദമായി നടക്കാനും ആളുകൾ കാണുന്നുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്താനും ആവശ്യമായതുകൊണ്ടാണ് അത് പറയുന്നത്. എല്ലാ ഭാഗങ്ങളെക്കുറിച്ചുമുള്ള അറിയിപ്പ് കിട്ടുന്നതിനും ഇത് ബെൽ ബട്ടൺ അമർത്തുന്നത് സഹായകമാകും. പ്രിയരെ, പുരഞ്ജനോപാഖ്യാനം കഥയാണ് ഇന്നലെ തുടങ്ങി വെച്ചത്. പലവിധ കൊട്ടാരങ്ങൾ മാറി താമസിച്ച് ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്ത് ലക്ഷണമൊത്ത ഒരു കൊട്ടാരത്തിൻ്റെ മുമ്പിൽ പുരഞ്ജന രാജാവ് എത്തിച്ചേർന്നു എന്നും അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ മുന്നിൽ വന്ന് വിവാഹാഭ്യർത്ഥന നടത്തിയതിനെ തുടർന്ന് അവർ വിവാഹിതരായി ആ കൊട്ടാരത്തിൽ താമസമാക്കി എന്നുമാണ് പറഞ്ഞത്. സ്ത്രീ ചെയ്തതെല്ലാം ചെയ്ത ചഞ്ചലാക്ഷിമാർ തൻഗൃഹം പൊക്കിയിട്ടു കുഞ്ചിരാമനായ ആടുന്നിതു ചിലർ. വിവാഹം കഴിക്കോളം എത്ര സ്ത്രീ പുരുഷൻ്റെ താഴെയേ ഉള്ളൂ, കഴിച്ചാൽ പിന്നെ ബാക്കി തിരിച്ചാണ് എന്നാണ് അല്ലേ. പിന്നെ ഏതായാലും അങ്ങനെ കുഞ്ചിരാമനായി എന്തൊക്കെ സ്ത്രീ ചെയ്തോ അതിനനുസരിച്ച് കൊണ്ട് അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിൽ ഭഗവാനടക്കം അങ്ങനെയായി എന്നാണല്ലോ പറഞ്ഞത്. ഗൃഹസ്ഥാശ്രമം ആരംഭിച്ചു. 9 മനോഹരമായ ഗോപുരങ്ങൾ ആ കൊട്ടാരത്തിനുണ്ടായിരുന്നു. 5 കിഴക്കോട്ടും 2 പടിഞ്ഞാട്ടും 1 തെക്കോട്ടും 1 വടക്കോട്ടും. അപ്പം അതിൽ ചിരി, കളി, തമാശ, ചിലപ്പോൾ ഒക്കെ ദുഃഖം, പിണക്കം ഇതും ഉണ്ടായി. നായാട്ടിന് ഇടയ്ക്ക് പോയിരുന്നു രാജാവ്. ഒരു പ്രാവശ്യം നായാട്ടിന് പോയി വരുമ്പോൾ ഈ സുന്ദരി പിണങ്ങിയതായിട്ട് കാണപ്പെട്ടു. പിന്നെ അപ്പം എന്താ ചെയ്യുക, അനുനയപ്രകാരം അവളെ സന്തോഷിപ്പിക്കുക. ഇവിടെ പസ്പർശ പാതയുകളൊന്നും അടക്കം പറയണു, കാലിലടക്കം വീണു അത്രേ. ഈ പുരഞ്ജന രാജാവ്, നീ ഒന്ന് സന്തോഷിക്കുക. കൈകേയി 2 വരം ചോദിച്ചപ്പോൾ ശരഥൻ പറഞ്ഞ കാര്യം നമുക്കറിയാം. ഇങ്ങനെ എന്നെ ദുഃഖിപ്പിക്കായിക നീ. എന്താണ് ക്രോധാലയത്തിൽ ഇങ്ങനെ കിടക്കുന്നത്, ദയവായിട്ട് എന്നോട് പറയൂ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നാണ് പറയണത്. അവത്യനെ വത്യനാക്കും, വത്യനെ അവത്യനാക്കും, നിർത്തനനെ ധനികനാക്കും, ധനികനെ നിർത്തനനാക്കും. എന്തു വേണമെങ്കിലും ഇല്ലേ, ആ അവസ്ഥയാണ് ഇവിടെ. എന്തു വേണമെങ്കിലും നീ പറയൂ, ഇങ്ങനെ എന്നെ ദുഃഖിപ്പിക്കരുത്. നോക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമേ ഉള്ളൂ. നായാട്ടിന് പോകുമ്പോൾ കൊണ്ടുപോയില്ല എന്നോ. വളരെ ചെറിയ അനുനയ സംസാരത്തോടു കൂടിയിട്ട് പിണക്കം തീരുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം വേറെ ആൾ അറിയേണ്ട വെച്ചിട്ടാണോ ഇവിടെ കാരണമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണമൊന്നും പറഞ്ഞിട്ടില്ല, പിണങ്ങിയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അത് അവരറിഞ്ഞാൽ മതി. എന്തായാലും അനുനയത്തോടു കൂടിയിട്ടത് തീരുകയും ചെയ്തു. അങ്ങനെയാണ് വേണ്ടത് എന്നാണ്. വേറെ ആൾ അറിയിക്കാതെ കഴിച്ചുവിട്ടാണ് വേണ്ടത്. എന്തായാലും അവർ പിന്നെയും ലോകിയായി. ഇപ്പോൾ മനോഹരമായിട്ടുള്ളൊരു തേരിലൊക്കെ കയറിയിട്ട് പുരഞ്ജന യായാട്ടിന് പോയി. പുണ്യപാപങ്ങൾ 2 ചക്രങ്ങളൊക്കെ മനോഹരമായിട്ടുണ്ട്. കൊടിമരം, കൊടിക്കൂറ, അതിലൊക്കെ കൊടിയൊക്കെ നാട്ടിയിട്ടൊക്കെയാണ് പോക്ക്. പല തരത്തിലുള്ള മൃഗങ്ങളെ വേട്ടയാടി, പുലിയാവാം, സിംഹമാവാം, കടുവയാവാം, ഇതിനൊക്കെ വേട്ടമാന്, അങ്ങനെയുള്ള മൃഗങ്ങളെ വേട്ടയ്ക്കാടി തിരിച്ചെത്തുക. അങ്ങനെ പല പ്രാവശ്യം പോയി. അങ്ങനെ വേട്ടയാടി തിരിച്ചു വന്നു. വീണ്ടും കൊട്ടാരത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടി. ഈ കൊട്ടാരത്തിൽ താമസിക്കേണ്ട സമയത്ത് ഒരു നിബന്ധന കൊടുത്തിരുന്നു ഈ സ്ത്രീ. അതിൽ 5 തലയുള്ളൊരു പാമ്പുണ്ട്. ആ പാമ്പ് അതിലുള്ളിടത്തോളം മാത്രമേ നമുക്കതിൽ താമസിക്കാൻ പറ്റൂ. എപ്പോൾ പാമ്പ് ഒന്ന് ഓടിപ്പോയോ കൊട്ടാരം ഒഴിഞ്ഞു കൊടുക്കണം. 11 മാസത്തെ എഗ്രിമെൻ്റ് അല്ല കേട്ടോ ഇത് പാമ്പ് അതിലുള്ളിടത്തോളം കാലം എന്നാണ് എഗ്രിമെൻ്റ്. അത് കഴിഞ്ഞാലോ കൊട്ടാരം ഒഴിഞ്ഞു കൊടുത്തേ പറ്റൂ. ആയിക്കോട്ടെ, പാമ്പിനെ ഇപ്പോൾ നമ്മൾ ഉപദ്രവിക്കാഞ്ഞാൽ പോരെ, മതി, സാധാരണ നിലയ്ക്ക് അത്രയൊക്കെ മതി. അങ്ങനെ അതിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായി. രാജാക്കന്മാരാകുമ്പോൾ സ്വാഭാവികം. ശത്രുക്കളൊക്കെ ആക്രമിച്ച് ഈ കൊട്ടാരമൊക്കെ കേടുവരുത്തി, ഇടിച്ച് പൊളിച്ച് കേടുവരുത്തിയ സമയത്ത് പുരഞ്ജനതൊക്കെ ശത്രുക്കളെ തോൽപ്പിച്ച് ഓടിച്ചു. കേടുവന്ന ഭാഗമൊക്കെ നേരാക്കി പൂർവ്വസ്ഥിതിയിലാക്കി. വീണ്ടും ശത്രുക്കൾ വന്നു,
കൊട്ടാരം കേടുവരുത്തി, ശത്രുക്കളെ തോൽപ്പിച്ചു, കൊട്ടാരം പൂർവ്വസ്ഥിതിയിലാക്കി. പല പ്രാവശ്യം ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായി, പല പ്രാവശ്യം അവരെ തോൽപ്പിക്കലുണ്ടായി, പല പ്രാവശ്യം കൊട്ടാരം പടുത്ത് പഴയ പോലെ ആക്കലുണ്ടായി. ഇത് പല പ്രാവശ്യം ആവർത്തിച്ച സമയത്ത് ഒരു ഘട്ടത്തിൽ ഒരു വലിയ ശത്രു വന്നു. അവൻ്റെ പേരാണ് ചണ്ഡവേഗൻ. അവൻ്റെ കൂടെ 365 സംഘങ്ങളാക്കി തിരിക്കപ്പെട്ട സൈന്യങ്ങളുണ്ട്, ബറ്റാലിയൻസ്, അങ്ങനത്തെ സൈന്യങ്ങൾ. പ്രജ്വാരൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയ യോദ്ധാവുണ്ട്. ഇവരൊക്കെ അങ്ങോട്ട് വന്നതായിട്ടുള്ള വരികയാണ്. അപ്പോൾ ആ കാലത്ത് കാലകന്യ എന്ന് പറഞ്ഞിട്ട് കാലൻ്റെ മകള് വിവാഹം കഴിയാതെ ഉണ്ടായിരുന്നു എന്നാണ്. എന്തുതന്നെയായിട്ടും വിവാഹം അവൾക്ക് കഴിയണില്ല, പലരെയും നോക്കിയിട്ടൊന്നും കഴിയണില്ല. ആ കാലം തന്നെ കുടുങ്ങി. ആരെങ്കിലും ഏൽപ്പിക്കേണ്ടേ സ്വന്തം മകളെ, എന്നിട്ട് വേണ്ടേ സമാധാനമായിട്ട് ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ച് കാലൻ ശ്രമിച്ചുകൊണ്ടിരിക്കണു. ഒരാളെയും കിട്ടാണ്ട് അവസാനം പറഞ്ഞു, നീ ആരെങ്കിലും പോയിട്ട് ഒരാളെ സ്വാധീനിച്ചിട്ട് വശത്താക്ക്. കുറേ കഴിഞ്ഞ അച്ഛന്മാർ പറയണത്, നീ ജാതി നോക്കണ്ട, മതവും നോക്കണ്ട, ഒരാളെ സ്നേഹിക്കാൻ കിട്ടുമെന്ന്. ആരെങ്കിലും എന്നെ ഏൽപ്പിച്ചിട്ട് വേണ്ട എൻ്റെ കണ്ണടയാന്ന് എല്ലാ അച്ഛന്മാരും ഒരു ബാധ്യത ഉണ്ടാവും അല്ലേ. പെൺമക്കളുണ്ടായാൽ വലിയ ബുദ്ധിമുട്ട് അവരെ ഏൽപ്പിച്ചല്ലാണ്ട് നമുക്കൊരു സ്വയവും സ്വസ്ഥതയും ഉണ്ടാവില്ല. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും പലവിധ സംഭവങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൺതുണയില്ലെങ്കിൽ പറയാമെന്ന് മാത്രമല്ല, തുണയില്ലെങ്കിൽ എന്താ ജീവിക്കില്ലേ. ഒരു വിവാഹത്തിൽ മാത്രം കുടുക്കി നിർത്തേണ്ടതല്ല സ്ത്രീ ജീവിതം ചിലരൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഒക്കെ കാര്യം ശരി തന്നെയാണ്. അവനവൻ്റെ ആളായിട്ടൊരാളില്ലെങ്കിൽ അത് പ്രശ്നം തന്നെയാണ് ശരിക്കും ചിന്തിക്കണവർക്ക്. ശരിക്കും അല്ലാത്ത ചിന്തയുള്ളവർക്ക് അതൊക്കെ വേണ്ട എന്നുള്ള സ്ത്രീ ശാക്തീകരണക്കാർ. എന്തായാലും ഒരാളെ കിട്ടണമല്ലോ എന്ന് നോക്കി അവസാനം ഈ കാലകന്യ, കാലൻ്റെ മകൾ എന്ത് ചെയ്തു, ഈ പ്രജ്വാരൻ എന്ന് പറഞ്ഞിട്ട് ഈ കൊട്ടാരമൊക്കെ പൊളിച്ച് അങ്ങനെ കഴിഞ്ഞു കൂടുന്ന ഒരാളായി പ്രജ്വാരൻ. കൊട്ടാരം പൊളിക്കലുകാരനാണ് അവൻ്റെ പണി. അത് പൊളിച്ചിട്ട് വിറ്റിട്ട് കാശുണ്ടാക്കുക, അങ്ങനെയൊക്കെ ആൾക്കാർ പണ്ടല്ലോ. പഴയ വീടൊക്കെ പൊളിച്ച് ധാരാളം ലക്ഷങ്ങൾ നേടുക, തുച്ഛമായിട്ടുള്ള വില അതിൻ്റെ ഉടമസ്ഥന് കൊടുക്കുക. പഴയ വീടൊക്കെ ഗംഭീര വീടുകളാവും. ഒരു വീടിന് വേണ്ട മരം മുഴുവൻ ഒരു തൂണിലുണ്ടാവും അല്ലേ. അങ്ങനത്തെ വീടൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ഈ പ്രജ്വാരൻ്റെ കൂടെ കാലകന്യ ചോദിക്കണം, ഞാൻ എൻ്റെ കൂടെ വരട്ടെ, പ്രജ്വാരേട്ടാ എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുമോ? എനിക്ക് ഏതായാലും ആരുമില്ല, ഞാൻ നിൻ്റെ കൂടെ വരട്ടെ ചോദിച്ചു. ഞാനും വരട്ടെയോ നിൻ്റെ കൂടെയെന്ന്. ആ പ്രജ്വാരൻ പറഞ്ഞു, പോന്നോളൂ പോരണ്ടെന്നല്ല പറഞ്ഞത്. അന്നേ അവർ ഫോർവേഡാണ്. പക്ഷേ ഞാൻ പറഞ്ഞതൊക്കെ കേട്ട ഞങ്ങളുടെ സംഘത്തിൽ ഇങ്ങനെ നിൽക്കുക വെച്ചാൽ നിനക്ക് ഞങ്ങളുടെ കൂടെ വരാം, ഞങ്ങളുടെ കൂടെ കൂടാം. ശരി എന്നാ കാലകന്യ പറഞ്ഞു. അവൾക്ക് വിവാഹം കഴിയാൻ എന്താ പ്രയാസം വെച്ചാൽ, വിവാഹം കഴിക്കാൻ പലരെയും ഏൽപ്പിച്ചിട്ടൊക്കെ ഉണ്ട് പറ്റിയ ഒരാളെ നോക്കാൻ. അയാളിങ്ങനെ നോക്കും, ജാതകം കൊണ്ട് നടക്കും. ഇതായി തൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ, ഇല്ല, എന്നാൽ ഒരാളുണ്ടോ നോക്കണോ, നോക്കാം, വിരോധമില്ല. ഒക്കെ നോക്കുമ്പോൾ എല്ലാ സംഗതികളും ചേരും. ആരാ ആളെന്ന് ചോദിക്കുക, അയ്യോ ഇത് കാലൻ്റെ മകളാണ്. അയ്യോ അത് വേണ്ട, ഏതായാലും അമ്മാനപ്പൻ ആരാന്ന് ചോദിച്ചാൽ കാലൻ എന്ന് പറയണ്ടേ, അത് വയ്യ എന്ന് പറഞ്ഞ് എല്ലാ വിവാഹവും വേണ്ടാക്കിയത്രേ. എന്തായാലും പ്രജ്വാരൻ്റെ കൂടെ കൂടി ഈ പുരഞ്ജനൻ്റെ കൊട്ടാരത്തിലും എത്തി പ്രജ്വാരൻ. പുരഞ്ജനാണോ വേറെ ആറോന്നൊരു ഏത് കൊട്ടാരം പൊളിക്കാൻ തരാവുക, നോക്കുക പൊളിക്കുക, അത്രയേ ഉള്ളൂ. പുരഞ്ജനൻ്റെ ജീവിത രീതി അങ്ങനെയാണ്. തുടങ്ങി കൊട്ടാരമാണ് പൊളിക്കാൻ. മേടിയിട്ടും മടിച്ചിട്ടും ഇടിച്ചിട്ടും പ്രശ്നം, ശബ്ദങ്ങൾ, കോലാഹലങ്ങൾ ഉണ്ടായപ്പോൾ 5 തലയുള്ള പാമ്പ് ആ കൊട്ടാരത്തിൽ നിന്ന് പേടിച്ച് ഓടിപ്പോവുകയാണ്. ബഹളം കേട്ടാൽ പിന്നെ പാമ്പുകൾ നിൽക്കില്ലല്ലോ. ഈ 5 തലയുള്ള സർപ്പം ആ കൊട്ടാരം വിട്ടു പോയി. പുരഞ്ജനൻ ഈ കൊട്ടാരം ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പാമ്പ് സർപ്പം ഉള്ളിടത്തോളം കാലേ അതിൽ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഈ പാമ്പ് കൊട്ടാരത്തിൽ നിന്നാണ് പോയതായിട്ട സമയത്ത് പുരഞ്ജനൻ ഓടി തളർന്ന് എവിടെയോ വീഴുകയാണ്, മരിച്ചു. അങ്ങനെ അടുത്ത ജന്മം സ്ത്രീയായിട്ട് ജനിച്ചു. ഈ ജന്മം നമ്മൾ എന്തിനെ ചിന്തിക്കുന്നുവോ അതായിട്ട് അത്ര അടുത്ത ജന്മം ജനിക്കുക. മിക്കവാറും ഗൃഹസ്ഥന്മാർ തൻ്റെ പത്നിയെ വിചാരിച്ച് മരിക്കും. ഇപ്പോൾ അവളൊറ്റയ്ക്കായില്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അടുത്ത ജന്മം സ്ത്രീയാവും. സ്ത്രീയാണ് ആദ്യം മരിക്കണമെന്ന് വെച്ചാലും അയാൾ ഒറ്റയ്ക്കായില്ലേ വിചാരിച്ച് മരിക്കും ഇല്ലേ. അപ്പോൾ അടുത്ത ജന്മം പുരുഷനായിട്ട് ജനിക്കുകയും ചെയ്യും. അങ്ങനെ ഈ പുരഞ്ജനൻ സ്ത്രീയായിട്ട് ജനിച്ചു. മലയധ്വജനെ വിവാഹമൊക്കെ കഴിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഭർത്താവാണ് മരിച്ചു. ഈ സ്ത്രീ ഇരുന്നിട്ട് ഇങ്ങനെ കരയണതായിട്ട് സമയത്ത് ഒരു ബ്രാഹ്മണൻ അടുത്തേക്ക് വന്നു. എന്താ നീ കരയണമെന്ന് ചോദിച്ചു. ഇങ്ങനെയാണ് എൻ്റെ ഭർത്താവ് മരിച്ചു, ഇപ്പോൾ ജീവിതത്തിൽ എനിക്ക് വലിയൊരു
പ്രതിസന്ധിയാണ് നേരിട്ടിരിക്കുന്നത്. താവ് പോയിട്ടുള്ളതായിട്ടൊരു ജീവിതത്തിന് എന്താണൊരു പ്രസക്തി എന്നൊക്കെ ചോദിച്ചു. ആ ബ്രാഹ്മണൻ ചോദിച്ചു, ആരായിരുന്നു ഭർത്താവ്? ഇന്നയാളാണ്. എന്നാ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞത്? ഇന്നയാളാണ്. ഇന്ന ഡേറ്റിനാണ്. അത് നമ്മൾ മറക്കില്ല. കാരണം 4 പടക്കെങ്കിലും പൊട്ടിച്ച് കേക്ക് മുറിച്ച ആൾക്കാരെ ഉപദ്രവിക്കേണ്ടേ? വിവാഹ വാർഷികം ആരെങ്കിലും മറക്കുമോ ലോകത്തിൽ? അപ്പോൾ ആ ഡേറ്റ് പറഞ്ഞു കൊടുത്തു. പിന്നെയോ, എന്നാണ് അയാൾ മരിച്ചത്? അതും ഇന്ന ദിവസമാണ്. അപ്പോൾ ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയാണ് അയാൾ നിൻ്റെ ഭർത്താവായത്? വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ മരിക്കണ വരെ. അതിന് മുമ്പേ ആണോ? അല്ല. ഇപ്പോൾ ആളല്ലല്ലോ? അല്ല. ഇടക്കാലത്ത് മാത്രം കയറി വന്ന ഒരാൾ എങ്ങനെയാണ് നിൻ്റെ ബന്ധുവാവുക? നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു അതിഥി കയറി വന്നാൽ അയാൾ നമ്മുടെ എല്ലാം ആവുമോ? അയാൾക്ക് ചെയ്യേണ്ടത് ചെയ്തു കൊടുത്തു. ആ കാര്യം കഴിഞ്ഞാൽ അയാൾ പോയി. പിന്നെ അയാളെ ഓർക്കും കൂടിയില്ല. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ്, ആരാ അന്ന് നിങ്ങളുടെ വീട്ടിലിട്ടത് വന്നില്ലേ? ഓ, ഇപ്പോൾ ഓർമ്മ വന്നു. ഓർമ്മിപ്പിക്കേണ്ടി വരും ഇല്ലേ? അപ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ കയറി വരുന്ന ആളാണ് ഈ ഭാര്യയും ഭർത്താവും. ഭാര്യയ്ക്ക് ഭർത്താവും, ഭർത്താവിന് ഭാര്യയും. അതിലധികം ഒരു ബന്ധമൊന്നും അതിനില്ല. സത്യം പറയാച്ചാൽ ഉണ്ടോ? അമ്മ അച്ഛൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ബന്ധമുണ്ട്. അച്ഛന് രക്തബന്ധമാണ്, അമ്മയ്ക്ക് പ്രസവിച്ച ബന്ധമാണ്. അല്ലാതെ വേറെ എന്ത് ബന്ധമാണ് ഈ ഭാര്യയും ഭർത്താവും? ഒരു ദിവസം കഴുത്തിൽ എന്തോ കിട്ടണു, ബന്ധമാവണു. അപ്പോൾ സത്യത്തിൽ ഇത് നമ്മൾ മനസ്സുകൊണ്ട് കൽപ്പിക്കുക എന്നല്ലാതെ ഒരർത്ഥവുമില്ല. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? കഷ്ടകാലത്തിന് ഭാര്യ മരിച്ച് ഒരു കൊല്ലം കഴിഞ്ഞ് പുനർവിവാഹത്തിന് പരസ്യം കൊടുത്തു. ആവശ്യമുണ്ട്, കുട്ടികളില്ലാത്തവർക്ക് മുൻഗണന. ആളെ കിട്ടി. വിവാഹമൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെ സഞ്ചരിക്കുമ്പോൾ കാണാം ഒരു സുഖം ഇല്ലേ? നോക്കൂ, പുതിയ ഭർത്താവാട്ടോ ആ സ്ത്രീയുടെ. അലച്ച പുതിയ ഭാര്യയാണ് കേട്ടോ അയാളുടെ. പണ്ടത്തേക്കാളും കേമാണെന്ന് തോന്നണം. ഇണക്കുരുവികളെ പോലെ നട്ടപ്പും വിരിപ്പും. ഇപ്പം എവിടെ പോയി പഴയ സ്നേഹം? പഴയ സ്നേഹം ശരിക്കും ഉണ്ടായിരുന്നുവെങ്കിൽ പുതിയ ആളെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഒരാളെ ശരിക്കും സ്നേഹിച്ചാൽ മറ്റൊരാളെ ആ സ്ഥാനത്ത് കാണാൻ പറ്റില്ല. പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ ആഴം അത്രയ്ക്കേ ഉള്ളൂ. എന്നുകൊണ്ട് ഇതിനൊരു ബലമുണ്ടോ ഒരു സത്യത്തിൽ നീ ചിന്തിക്കേണ്ടതാണ് എന്ന് ഈ ബ്രാഹ്മണൻ ഈ സ്ത്രീക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നിൻ്റെ കൂടെ ഉള്ളതായ ഒരു സുഹൃത്തിനെ നീ മറന്നു. അതാണ് നിൻ്റെ ദുഃഖത്തിന് കാരണം. ആ സുഹൃത്തിനെ ഒന്ന് ഓർത്തു നോക്കൂ എന്ന് പറയുകയാണ്. ഏതാണപ്പോൾ അങ്ങനത്തെ ഒരു സുഹൃത്ത്? ഇങ്ങനെ ആലോചിച്ച് ഈ സ്ത്രീ പറഞ്ഞു, ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഓർമ്മ വരുമ്പോൾ എന്താണ് മനസ്സിലുണ്ടാകുന്ന തോന്നൽ? ഇപ്പോൾ കുറച്ച് സമാധാനം, ശാന്തി ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് നിൻ്റെ കൂടെയുള്ളതായിരിക്കുന്ന ആ സുഹൃത്തിനെ നീ മറക്കാൻ പോയത്? അതാണ് നിൻ്റെ സർവ്വ ദുഃഖത്തിനും കാരണം. നമ്മുടെ കൂടെയുള്ള സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പരമാത്മാവാണ്. ശരീരത്തിൽ 2 തരത്തിലാണ് ജീവാത്മാവും പരമാത്മാവും. അതിലത്തെ ജീവാത്മഭാവത്തിൽ നമ്മൾ ജീവിക്കുന്നു, പരമാത്മാഭാവത്തിനെ നമ്മൾ മറക്കണം. ഇത് ഉപനിഷത്തിലും അതിലും ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ തത്വമാണ് അല്ലേ? ഒരു വൃക്ഷത്തിൽ 2 പക്ഷികളെ പോലെ ജീവാത്മാഭാവമുണ്ട്. ഇനി തത്വങ്ങളാട്ടോ, കഥ കഴിഞ്ഞു. പരമാത്മാഭാവത്തിലാണ് ശരീരത്തിൽ. ആ പരമാത്മാവിനെയും ജീവാത്മാവുമായിട്ടുള്ള പക്ഷികളെ ചേർക്കലാണ് ബ്രഹ്മവിദ്യ. അത് ഒന്നായിട്ട് ചേർത്താൽ പിന്നെ നമുക്ക് ദുഃഖമില്ല. അത് 2ആയി നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ദുഃഖം ഉണ്ടാവും. ഈ തത്വം പറഞ്ഞു കൊടുത്ത് വൈകുണ്ഠത്തിലത്തെ പക്ഷികളായി നമ്മൾ എന്തിനാണ് ജീവഭാവത്തെ മറക്കാൻ പോണത്? മറക്കുകയാണ് അധികം ആളും ചെയ്യണത്. അതുകൊണ്ട് ദുഃഖത്തെ പ്രാപിക്കണം. സംഘം കൊണ്ടും ആത്മചിന്ത കൊണ്ടും അതിലേക്ക് നമ്മൾ വരുമ്പോൾ, പരമാത്മാഭാവത്തിലേക്ക് നമ്മൾ ജീവാത്മ ഉയരുമ്പോൾ നമ്മുടെ ദുഃഖം ക്രമേണ കുറയുന്നു എന്നാണ് ബ്രാഹ്മണൻ പറഞ്ഞു കൊടുത്തത്. ഇത്രയും പറഞ്ഞു കൊടുത്തതോട് കൂടിയിട്ട് പല കഥകളും നമ്മളിതിന് പറയും. ഈ ഭാര്യയായാലും ഭർത്താവായാലും ആ ബന്ധത്തിന് ഇത്രയേ ഉള്ളൂ എന്ന് പണ്ട് വിവേകാനന്ദ സ്വാമികളായിട്ടൊരു കഥ പറയും. എന്താ വെച്ചാൽ, ഒരാൾ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് സന്യസിക്കാൻ തീരുമാനിച്ചപ്പോൾ ഭാര്യയുടെ സമ്മതം വേണം, എന്നാലേ സന്യസിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു ഈ ഗുരുനാഥൻ അങ്ങനെ പറഞ്ഞു. നീ എന്നെ സന്യസിക്കാൻ സമ്മതിക്കുമോ ചോദിച്ചു. ഓ, സമ്മതിക്കില്ല, ഞാൻ ജീവിച്ചിരിക്കണത്തോളം കാലം അങ്ങേ സന്യസിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഇയാൾ വിചാരിച്ചു, ഒരാളെ ദുഃഖിപ്പിച്ചിട്ട് തനിക്കൊരു നേട്ടം എന്തിനാ? ഗുരുനാഥ, ഞാൻ സന്യസിക്കണില്ല. നീയല്ലേ ഇന്നലെ സന്യസിക്കാന്ന് പറഞ്ഞാൽ ഭാര്യ സമ്മതിച്ചില്ല. അപ്പം നിൻ്റെ ഭാര്യ പറഞ്ഞതാണോ നീ എപ്പോഴും കേൾക്കുക? നിൻ്റെ എല്ലാ തരത്തിലുള്ള ഗുണകാംക്ഷി ഭാര്യയാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ അങ്ങനെയാണ് വിശ്വസിക്കണം. അല്ല എന്ന് ഞാൻ തെളിയിച്ചാലോ എന്നായി ഗുരുനാഥൻ. അതെങ്ങനെയാ? ഒരു വിദ്യ ഞാൻ പറഞ്ഞുതരാം. മരിച്ച പോലെ നീ ഒന്ന് കിടക്കുക. പറ്റുമോ? മരിച്ച പോലെയല്ലേ? അത് ചെയ്യാൻ കുഴപ്പമില്ല.
മരിക്കില്ലല്ലോ, മരിക്കൊന്നുമില്ല. അതൊക്കെ പഠിച്ചു ഇയാളവിടെ കിടന്നു. ശരിക്കും മരിച്ചതെന്ന് തന്നെ തോന്നുന്നു. ആൾ വന്നു, കൂടി, കൈ പിടിച്ചു, പൾസ് നോക്കി, ശ്വാസം നോക്കി, ആൾ പോയിരിക്കണു. തെക്കോട്ടെടുക്കുക, ബാക്കി കാര്യങ്ങൾ ചെയ്യല്ലാണ്ട് ഇനി ഒന്നും നോക്കാനൊന്നുമില്ല. എല്ലാവരും കരച്ചിലായി, പിന്നെ കൂട്ടക്കരച്ചിലായി. മരിച്ചു എന്ന് ഉറപ്പായിരിക്കണു. എടുക്കാറാകുമ്പോഴേക്ക് ഞാൻ വരാം, നീ പേടിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞിരിക്കണു. ആദ്യം തന്നെ സന്യാസിയൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഗുരുനാഥൻ. അപ്പോഴേക്ക് ഈ ഗുരുനാഥൻ വന്ന് പ്രാണായാമം ഞാനൊന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചു. നോക്കാമല്ലോ, ഇനി അതുകൊണ്ട് ഒരാൾ രക്ഷപ്പെടുക വെച്ചാൽ രക്ഷപ്പെട്ടോട്ടെ. ഏതോ ഒരു വൈദ്യനാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. സംഗതികളൊക്കെ തിരിച്ച് പ്രാണായാമം ചെയ്തപ്പോൾ ഇയാളുണ്ട് എണീക്കണു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. എണീക്കണതിൻ്റെ മുമ്പേ ആണ് കേട്ടോ. ഈ ശരീരത്തിൻ്റെ കാല് കുറച്ചിങ്ങനെ പരത്തിയിട്ട് കിടക്കാൻ പറഞ്ഞു. ഈ ശരീരത്തെ ഇപ്പോൾ പുറത്തേക്ക് ഇതേപോലെ എടുക്കാൻ പറ്റില്ല. ഒന്നെങ്കിലോ കാല് മുറിക്കണം, കാല് പരത്തിയിട്ടാൽ പിന്നെ അത് കൂടില്ല. അല്ലച്ച വീടിൻ്റെ കട്ടിള പുഴക്കണം. ഏതാ വേണ്ടത്? ഈ സ്ത്രീയോട് ചോദിക്കുക. ഇങ്ങനെയാണ് കേട്ടോ, കാല് മുറിക്കണോ കട്ടിള പുഴക്കണോ ചോദിച്ചു. കട്ടിള ഏതായാലും പുഴക്കണ്ട, ഞാനാണല്ലോ ഇനി ഇവിടെ കഴിഞ്ഞു കൂടണ്ട, അയാളേതായാലും പോയി എന്ന് പറഞ്ഞു. ഇതിങ്ങനെ കേൾക്കുന്നുണ്ടായാലും ഇനി കാലറ്റ മുറിക്കുമോ, കോടാലി ആയുധം കൊടുന്ന് കാല് മുറിക്കുമോ എന്ന് പേടിക്കുമ്പോഴേക്കാണ് ഗുരുനാഥൻ വന്നത്. അപ്പോൾ ഗുരുനാഥൻ ചോദിച്ചു, ഭാര്യയുടെ സ്നേഹപ്പം നിനക്ക് മനസ്സിലായോ ചോദിച്ചു. നല്ലോണം മനസ്സിലായി ഗുരുനാഥ, ഞാൻ നേരത്തെ സന്യസിക്കേണ്ടതായിരുന്നു, ഒരുപാട് വൈകിപ്പോയി, എന്നാൽ ഇനി ഒട്ടും നേരം കളയണ്ടെന്ന് പറയും പണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ലോകത്തിൽ ഈ ബന്ധങ്ങൾക്കൊക്കെ സ്ഥാനം എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെയും പറഞ്ഞത്. ഈ അവസാനം ഈ കഥ കേട്ടപ്പോൾ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് നാരദനാണ്, കേൾക്കുന്നത് പുരഞ്ജന രാജാവിനാണ്. പുരഞ്ജന രാജാവിനോട് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ എന്ന് ചോദിച്ചു നാരദൻ. കഥയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യം തുടക്കം വിടുന്നല്ലോ. ആ ഭയങ്കരങ്ങളായിരിക്കുന്ന മൃഗങ്ങൾ എന്നെ ആക്രമിക്കാനും കൊല്ലാനും കാത്തിരിക്കുന്നു, അതിന് വല്ല പരിഹാരം ഉണ്ടോ എന്നാണ് നാരദ ഞാൻ അങ്ങയോട് ചോദിച്ചത്. അങ്ങൊരു കഥ പറഞ്ഞു എന്ന് വെച്ചാൽ ഈ കഥയും ആ ചോദ്യമായിട്ട് എന്താണ് ബന്ധം അതെനിക്ക് മനസ്സിലായില്ല. അത് മനസ്സിലാക്കി തരാം, നല്ല ബന്ധമുണ്ട്. അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഈ കഥയിലുണ്ട്. പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. പല കൊട്ടാരത്തിൽ മാറി താമസിച്ചു എന്ന് പറഞ്ഞതോ ശരീരം എടുക്കുക. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മം മരങ്ങളായി നിന്നതും, എത്ര ജന്മം അരിച്ചു നടന്നതും, എത്ര ജന്മം മരങ്ങളായി, ഇങ്ങനെ ജന്മങ്ങളെടുത്ത അതിനെ കൊട്ടാരമായിട്ട് ചിത്രീകരിച്ച് ഉപമിച്ച് പറഞ്ഞത്. അതിൽ 9 ഗോപുരങ്ങളുള്ള ഗോപുരങ്ങളുള്ള കൊട്ടാരം എന്ന് പറയുന്നത് മനുഷ്യ ശരീരമാണ്. ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തെന്ന് പറയുന്നത് ഭാരതമാണ്. അപ്പോൾ ഭാരതത്തിലത്തെ മനുഷ്യജന്മം ഏതോ 5 കിഴക്കോട്ട്, 2 കണ്ണ്, 2 നാസികാദ്വാരം, 1 വായ, ഇത്ര കേമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കണം, ഉപമിച്ചിരിക്കണം. ഈ 5 ഗോപുരങ്ങൾ നവദ്വാരേ പുരേ ദേഹി, 9 ഗോപുരങ്ങളുള്ള ശരീരം, തെക്കോട്ടും വടക്കോട്ടും ഇടത്തെ ചെവി, വലത്തെ ചെവി, കീഴ്പ്പെട്ടത് വിസർജനാവയവങ്ങൾ, ഇങ്ങനെ 9 ഗോപുരങ്ങളുള്ള ശരീരത്തിൽ ജീവൻ കടന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ സുന്ദരിയായിട്ടുള്ള സ്ത്രീ ആരാണ്? ബുദ്ധിയോട് കൂട്ടി ചേരുമ്പോഴാണ് ജന്മം തുടങ്ങുക, ബുദ്ധി ഉണ്ടാവുക. കുറച്ച് കഴിയും ബുദ്ധി ഉണ്ടാവും, എൻ്റെ ആദ്യം തന്നെ ബുദ്ധി ഉണ്ടാവില്ല. അപ്പോൾ അതാണ് കുറച്ച് കഴിഞ്ഞിട്ട് സ്ത്രീയെ അവിടെ കണ്ടു എന്ന് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിവാഹം കൊട്ടാരത്തിൽ ജീവിച്ചു തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ശത്രുക്കളുടെ ആക്രമണം എന്ന് പറഞ്ഞതോ, ശത്രുക്കളുടെ ആക്രമണം വേറൊന്നുമല്ല, രോഗം. ആദ്യം തന്നെ തലയിൽ സിഗ്നൽ ഉണ്ടാവില്ലേ, കുറേശ്ശെ വെള്ളിക്കമ്പി ഉണ്ടാവുക, അത് പറിച്ച് കളഞ്ഞ് നോക്കും. അപ്പം ശരിയാവില്ല എന്ന് കാണുമ്പോൾ പിന്നെ കറുത്തത് പറിക്കുക എളുപ്പം. പിന്നത്തെ സിഗ്നലാണ് പുസ്തകം അടുത്തേക്ക് പിടിക്കണം, വെളിച്ചം പോരാ, വെളിച്ചമല്ല പോരാത്ത കണ്ണിൻ്റെ ശക്തിയാണ് കുറയണത്. പല്ല് 32 ആൾക്കാരിൽ ചിലതിങ്ങനെ പോവുക, അങ്ങനെ ലക്ഷണങ്ങൾ ഓരോന്നായിട്ട് കാണും. എത്ര എന്നെ ചായം തേച്ചാലും എല്ലാ ദിക്കിലും ചായം തേക്കാൻ പറ്റില്ല. തലയിലല്ലേ ചായം തേക്കാൻ പറ്റൂ, മേല് ചായം തേച്ച് ചുളിവുകളില്ലാണ്ടേക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആ ലക്ഷണങ്ങളെ വാർദ്ധക്യത്തെ ചെറുക്കാൻ കഴിയില്ല. ഇതാണ് ശത്രുക്കളുടെ ആക്രമണം. ഏറ്റവും വലിയ ശത്രു വാർദ്ധക്യം. വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ല. പ്രജ്വാരൻ, കാലകന്യൊക്കെ കൂടെയുണ്ട്. അതാരാ? ജരാനര. അല്ലേ? തൊലിയൊക്കെ ചുളിയുക, നര, തലയൊക്കെ നരയ്ക്കുക, ജരാനര ബാധിക്കുക. അതാണ് പ്രജ്വാരൻ. കാലകന്യ ജരയാണ്, ജര. ശരീരത്തിൽ ജരാനരാദികളൊക്കെ ബാധിക്കും. അങ്ങനെ എതിർത്ത് നോക്കും നമ്മൾ. ഡോക്ടറെ കൊടുന്നു, മരുന്ന് കഴിച്ചു, സേവിച്ച് നോക്കി, പറഞ്ഞ വ്യായാമം, ഫിസിയോതെറാപ്പി, എന്തുകൊണ്ടൊക്കെ ഈ ശരീരത്തെ പഴയ പോലെ നിലനിർത്താൻ പറ്റും അതൊക്കെ നമ്മൾ ശ്രമിച്ച് നോക്കും. ശവനപ്രാശം കഴിച്ചു നോക്കും. പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ശവനപ്രാശം കഴിച്ചാൽ വൃദ്ധന്മാർ ചെറുപ്പമാവുമെന്ന്. അത് ചിലവാവണ്ടേ? വൃദ്ധന്മാരുണ്ടോ ചെറുപ്പമാവണു?
അത് സ്വപ്നം മാത്രമാണ്. ചിലവാണ്ടേക്കും അങ്ങനെ പലതും ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ. ഇതുകൊണ്ട് ഒന്നും ശരിയാവില്ല. അതാത് പ്രായം വരുമ്പോൾ ശരീരം അതാത് ലക്ഷണങ്ങളിലെ കാല് വയ്യാണ്ടിയും കൈ വയ്യാണ്ടിയും അല്ലേ, മടക്കാൻ വയ്യാണ്ടിയും നൂർത്താൻ വയ്യാണ്ടിയും എണീക്കാൻ വയ്യാണ്ടിയും. അതാണ് അവിടെ ചണ്ഡവേഗൻ. അതിലെന്തിനാണ് 365 സൈന്യസംഘങ്ങൾ സ്ത്രീകളെ പുരുഷന്മാരുണ്ടാവുക? 365 ദിവസം കൂടുമ്പോഴാണ് ഒരു വർഷങ്ങളാണ് ആയിത്തീർന്ന് വാർദ്ധക്യമാവണത്. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരുമോ രാവും പകലും ഉണ്ട്. അതിൽ സ്ത്രീകൾ തന്നെ വെളുത്തതും കറുത്തതും ഉണ്ട് എന്ന് പറഞ്ഞു. കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും. രാത്രിയാണ് സ്ത്രീകൾ, കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും, വെളുത്ത സ്ത്രീകളും കറുത്ത സ്ത്രീകളും. ഇത്ര നന്നായിട്ടാണ് ചിത്രീകരിച്ചിരിക്കണം അറിയോ. അപ്പം ഇതിങ്ങനെ കുറേ കഴിഞ്ഞ് കൂടുന്നതായിട്ട് സമയത്ത് ഈ പാമ്പ് അതിൽ നിന്ന് പോയി. 5 തലയുള്ള പാമ്പ്? പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ. ഈ കഥയില്ലാട്ടോ, ഇതൊക്കെ തത്വത്തിലേക്ക് കിടന്നു. ഈ 5 പ്രാണൻ ശരീരം വിട്ടാണ്ട് പോയി കഴിഞ്ഞാലോ മരിച്ചു, പുനർജന്മമായി സ്ത്രീയായിട്ട് ജനിച്ചു. ഒരു ബ്രാഹ്മണൻ വന്നു എന്ന് പറഞ്ഞതോ ഗുരുനാഥൻ. നമ്മളിങ്ങനെ ജീവിച്ച് പോകുമ്പോൾ ഒരു ഗുരുനാഥൻ്റെ മുമ്പിൽ നമ്മുടെ ഭാഗ്യത്തിന് ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന അനവധി ജന്മത്തിൽ സമ്പാദിച്ച പുണ്യം കൊണ്ട് അത്രയൊരു സജ്ജനത്തിൻ്റെ അടുത്ത് എത്തിപ്പെടുക. അത് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനും അതിലേക്ക് മനസ്സിനെ കൊണ്ടുവരാനുള്ള ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജന്മത്തെ പുണ്യമല്ല എന്നാണ്. എത്രയോ ജന്മത്തെ പുണ്യം കൊണ്ട് ഒരു ഗുരുവിൻ്റെ മുമ്പിൽ, ഇതൊക്കെ അറിയുന്ന ഒരാളുടെ മുമ്പിൽ കുറച്ച് സമയം ഇങ്ങനെ ചിലവാക്കാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടുന്നു. അതാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത്. ആ ബ്രാഹ്മണൻ എന്താണ് പറഞ്ഞു കൊടുക്കുക? അഹം ഭവാന്യ ജാന്യസ്ത്വം, ഞാനും നീയും രണ്ടല്ല, ഒന്ന് തന്നെ. അഹം ബ്രഹ്മാസ്മി തത്വമസി. 4 വേദങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി സർവം കല്ലിതം ബ്രഹ്മ. ഈ കാര്യങ്ങളൊക്കെ അയം ആത്മാ ബ്രഹ്മ, ഇതൊക്കെ വേദങ്ങളിൽ പറഞ്ഞിട്ട് പ്രധാന വാക്യമാണ്. തത്വമസ്യാദി വാക്യങ്ങൾ. ഞാൻ ബ്രഹ്മമാണ്, നീയും അത് തന്നെ, നമ്മൾ രണ്ടാളും അല്ലാത്തത് അതും അത് തന്നെ. ചുരുക്കം ബ്രഹ്മമല്ലാതെ ഈ ലോകത്തിൽ ഒന്നുമില്ല എന്ന മഹാതത്വം ക്രമേണ ഗുരുജനങ്ങളുമായിട്ടുള്ള ചേർച്ച കൊണ്ട്, സത്സംഗം കൊണ്ടും ശ്രവണം കൊണ്ടും മനനം കൊണ്ടും നമുക്ക് അനുഭവപ്പെടുന്നു. ഇതാണ് സജ്ജന സംഘം കൊണ്ട് നമുക്കുണ്ടാകുന്നതായിട്ടുള്ള ഗുണം. അപ്പോൾ പിന്നെ ദേഹബന്ധമൊക്കെ ഉപേക്ഷിച്ചു വൈകുണ്ഠ പക്ഷികളാണ് നമ്മളെന്ന് ഗുരു പറയുന്നു. കൂടെയുള്ള ഒരു സഖാവിനെ ഓർമ്മപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞു. അതാണ് പരമാത്മാവായിട്ട് നമ്മുടെ കൂടെയുള്ള അംശം. അതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോൾ വരുന്നുവോ പിന്നീട് ജന്മമില്ല. അതോടുകൂടിയിട്ട് ജന്മവും ശരീരദുഃഖവും അവസാനിക്കുന്നു. നമ്മൾ മുക്തിയുടെ അടുത്തേക്ക് എത്തുന്നു എന്ന കഥയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇതാണ് പുരഞ്ജനോപാഖ്യാനം. അനവധി ജന്മങ്ങളിൽ കൂടിയിട്ട് ഈ ജീവൻ പുനരഭി ജനനം പുനരഭി മരണം എന്ന ക്രമത്തിൽ ജനിച്ചും മരിച്ചും മനുഷ്യ ശരീരത്തിലെത്തുകയും നല്ലൊരു ഗുരുനാഥൻ്റെ ചേർച്ച കൊണ്ട് തത്വജ്ഞാനം ഉദിച്ച് വീണ്ടും ജന്മമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുക എന്ന പരമമായ ജ്ഞാനമാണ് പുരഞ്ജനോപാഖ്യാനത്തിൽ കൂടി നാരദൻ ആ രാജാവിനെ ബോധിപ്പിച്ചത്, പ്രാചീന ബർഹിസിനെ ബോധിപ്പിച്ചത്. അതിൽ കൂടെ നമുക്കും മുക്തി നേടാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി പ്രചേതസ്സുകളുടെ ശേഷം കഥയാണ്. 2 അധ്യായത്തിൽ അവരുടെ തപസ് ചെയ്തിട്ട് അവസാനിപ്പിച്ചിട്ട് ഈശ്വര ദർശനം കിട്ടിയിട്ടതായ കഥ. അതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.